ഒന്ന് യോഹന്നാൻ 1:6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അതേ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട്, അവനോട് കൂടെ എനിക്ക് നല്ല കൂട്ടായ്മയുണ്ടെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. നമ്മൾ അങ്ങനെ പറയുകയും എന്നാൽ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ അവൻ എന്ത് ചെയ്യുന്നു? ഫോഷ്ക് പറയുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നമ്മളുടെ ചില പാപപ്രവർത്തികൾ നമ്മെ ഇരുട്ടിൻ്റെ ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മുഖാന്തരം നമ്മൾ ഇരുട്ടിൽ നടക്കുന്നവരായിത്തീരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലാണെന്ന്. എന്നാൽ നിങ്ങൾ ദൈവമായിട്ട് ബന്ധത്തിലാണെന്ന് പറയുന്ന ഈ സമയം തന്നെ നിങ്ങൾ പാപത്തിൻ്റെ അടിമകളായിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാപം നിങ്ങളുടെ ജീവിതത്തിൽ തുടരുന്നുവെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ആ ബന്ധത്തിലില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് പകരമായിട്ട് നിങ്ങൾ ഇരുട്ടിൽ നടക്കുന്നവരാണ്. നമ്മൾ പാപത്തിൽ വസിക്കുന്നവരായിരിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് ഒരിക്കലും ബന്ധത്തിൽ ആയിത്തീരുവാൻ സാധിക്കുകയില്ല. ദൈവമായിട്ട് ഒരിക്കലും നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധരായ നമുക്ക് മാത്രമേ ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പാപപ്രവർത്തികൾ നിങ്ങൾ തുടരുന്നുവെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഏറ്റവും അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമാണ്. അതില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ശൂന്യമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പാപികളായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരിക്കലും നമുക്ക് നിത്യരക്ഷ നേടുവാനോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് അതരം കൊണ്ട് പറയുന്നവരായിട്ടല്ല, സകല പാപപ്രവൃത്തികളും ഈ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൽ യഥാർത്ഥമായ ഒരു കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.